ഈ സെഷനിൽ മെഷീൻ ലേണിംഗിലെ ഡേറ്റ പ്രീ പ്രോസസ്സിംഗിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൽ 5 പ്രധാന വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കും, അതിൻ്റെ 5 പ്രധാന ഘട്ടങ്ങൾ ചർച്ച ചെയ്യും, ക്ലീനിങ്ങും ഇൻ്റഗ്രേഷനും എന്താണെന്ന് വിശദീകരിക്കും, തുടർന്ന് ട്രാൻസ്ഫോർമേഷനും റിഡക്ഷനും, അവസാനമായി ഡിസ്ക്രിറ്റൈസേഷനും അതിൻ്റെ പ്രായോഗിക ഉപയോഗവും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അസംസ്കൃതമായ, അതായത് റോ ഡേറ്റയെ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് വിശകലനം ചെയ്യാനും പഠിക്കാനും പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സാമ്പത്തിക വിദഗ്ധൻ തനിക്ക് കിട്ടിയ ഡേറ്റയെ വിശകലനം ചെയ്യുന്നതിന് മുമ്പ് അതിനെ ചിട്ടപ്പെടുത്തുന്നത് പോലെ തന്നെയാണിത്. യഥാർത്ഥ ലോകത്ത് നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. ചില വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം, ഒരേ വിവരങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ലേബലുകളിൽ പൊരുത്തക്കേടുണ്ടാകാം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഡേറ്റാസെറ്റ് വൃത്തിയും സ്ഥിരതയുമുള്ളതാക്കി മാറ്റുകയാണ് പ്രീ പ്രോസസ്സിംഗിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ഡാറ്റ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നല്ല അൽഗോരിതങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ പ്രധാനം നല്ല ഡാറ്റ കയ്യിലുണ്ടാകുന്നതാണ്. അതിനർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം എത്ര സങ്കീർണമാണെന്നതിലല്ല കാര്യം, മറിച്ച് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ ഗുണമേന്മയാണ് വിശ്വസനീയമായ ഫലങ്ങൾ നൽകുന്നത്. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഡേറ്റ പ്രീ പ്രോസസ്സിംഗിലെ 5 പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ചിട്ടയായ സമീപനമാണ്. അസംസ്കൃത ഡേറ്റയെ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന 5 പ്രധാന ഘട്ടങ്ങൾ ഇവയാണ്. 1. ഡേറ്റ ക്ലീനിംഗ്, 2. ഡേറ്റ ഇൻ്റഗ്രേഷൻ, 3. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, 4. ഡേറ്റ റിഡക്ഷൻ, പിന്നെ 5-ാമത്തേത് ഡേറ്റ ഡിസ്ക്രിറ്റൈസേഷൻ. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ 2 ഘട്ടങ്ങളായ ക്ലീനിങ്ങും ഇൻ്റഗ്രേഷനും കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ഈ ഘട്ടങ്ങളിലാണ് നമ്മൾ ഡേറ്റാ സെറ്റിലെ തെറ്റുകൾ തിരുത്തുകയും പല ഡേറ്റാ സെറ്റുകളെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡേറ്റ ക്ലീനിംഗ്? ഇത് പ്രീ പ്രോസസ്സിംഗിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ഈ സ്റ്റെപ്പ് തന്നെയാണ്. ഒരു ഡേറ്റാ സെറ്റിലെ കൃത്യമല്ലാത്തതും പൊരുത്തമില്ലാത്തതുമായ കാര്യങ്ങൾ കണ്ടെത്തി തിരുത്തുന്ന പ്രക്രിയയാണിത്. ഡാറ്റ ക്ലീനിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? പ്രധാനമായും വിട്ടുപോയ വിവരങ്ങൾ പൂരിപ്പിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ നീക്കം ചെയ്യുക, പിന്നെ ലാബലുകൾ സ്റ്റാൻഡേർഡ് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരിടത്ത് കേരള എന്ന് തെറ്റായി എഴുതിയത് കണ്ടെത്തി കേരള എന്നാക്കി മാറ്റുന്നത് ഇതിന്റെ ഭാഗമാണ്. അടുത്തതാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ. പലപ്പോഴും നമുക്ക് ഡേറ്റ കിട്ടുന്നത് പല സോഴ്സുകളിൽ നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നുള്ള ഡേറ്റയെ ഒരുമിപ്പിച്ച് ഒരു ഏകീകൃത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സാമ്പത്തിക ഡേറ്റയുടെ കാര്യത്തിൽ ഇത് വളരെ സാധാരണമാണ്. ഇങ്ങനെ പലയിടത്തു നിന്നുള്ള ഡേറ്റയെ ഒരുമിപ്പിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോളങ്ങളുടെ തലക്കെട്ടുകൾ ഒരുപോലെയാക്കണം, ഫോർമാറ്റിലുള്ള വ്യത്യാസങ്ങൾ പരിഹരിക്കണം, അളവുകളുടെ യൂണിറ്റുകളെല്ലാം ഒന്നാണെന്ന് ഉറപ്പാക്കണം. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷിയുടെയും മഴയുടെയും ഡേറ്റ സംയോജിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ക്ലീനിങ്ങും ഇൻ്റഗ്രേഷനും കഴിഞ്ഞാൽ അടുത്ത 2 പ്രധാന ഘട്ടങ്ങളാണ് ട്രാൻസ്ഫോർമേഷനും റിഡക്ഷനും. ഇവിടെ നമ്മൾ ഡേറ്റയെ ഒരു മോഡലിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുകയും ലഘൂകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ ഫോർമാറ്റ് മാറ്റുക, സംഖ്യകളെല്ലാം ഒരു നിശ്ചിത സ്കെയിലിലേക്ക് കൊണ്ടുവരിക, അതുപോലെ അക്ഷരരൂപത്തിലുള്ള ഡേറ്റയെ മോഡലിന് മനസ്സിലാകുന്ന സംഖ്യകളാക്കി മാറ്റുക എന്നതെല്ലാമാണ്. ഇതിലൂടെ എല്ലാ വേരിയബിളുകളും അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാകും. ഉദാഹരണത്തിന്, സംഖ്യകളെ ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചിലേക്ക്, അതായത് 0-നും 1-നും ഇടയിലേക്ക് മാറ്റുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇതിനെ നോർമലൈസേഷൻ എന്ന് പറയും. അതുപോലെ ലിംഗഭേദം, പ്രദേശം പോലുള്ള വിഭാഗീയ ഡേറ്റയെ, അതായത് കാറ്റഗോറിക്കൽ ഡേറ്റയെ സംഖ്യാ കോഡുകളാക്കി മാറ്റുന്നതും ഡേറ്റ ട്രാൻസ്ഫോർമേഷനിൽ ഉൾപ്പെടുന്നു. അടുത്ത ഘട്ടം ഡാറ്റ റിഡക്ഷനാണ്. അതായത് നമ്മുടെ മോഡലിന് ആവശ്യമില്ലാത്ത അപ്രസക്തമായ ഫീച്ചറുകളെ ഡാറ്റാസെറ്റിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രക്രിയ. ഇത് മോഡലുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഫലങ്ങൾ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാനും സഹായിക്കും. ഇനി നമ്മൾ അവസാന ഘട്ടമായ ഡിസ്ക്രിറ്റൈസേഷനിലേക്കും അതിൻ്റെ ഒരു പ്രായോഗിക ഉദാഹരണത്തിലേക്കും കടക്കുകയാണ്. ഇവിടെ ഡേറ്റയെ എങ്ങനെ ഗ്രൂപ്പുകളായി തിരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ചാൽ തുടർച്ചയായ വേരിയബിളുകളെ, ഉദാഹരണത്തിന് വരുമാനം അല്ലെങ്കിൽ പ്രായം പോലുള്ളവയെ, പ്രത്യേക വിഭാഗങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് വരുമാനത്തെ കുറഞ്ഞ വരുമാനം, ഇടത്തരം വരുമാനം, ഉയർന്ന വരുമാനം എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ
ഒന്നുകൂടി വ്യക്തമാകാൻ നമുക്കൊരു യഥാർത്ഥ സാഹചര്യം നോക്കാം. ഗ്രാമീണ ഇന്ത്യയിലെ സാമ്പത്തിക സേവനങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഈയൊരു ഡാറ്റാസെറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ആദ്യം തന്നെ വരുമാനം, വിദ്യാഭ്യാസം പോലുള്ള ഫീൽഡുകളിൽ വിട്ടുപോയ ഡാറ്റ ഉണ്ടാകാം. അത് നമ്മൾ ശരിയാക്കണം. പിന്നെ TN എന്നും തമിഴ്നാട് എന്നും ഒരേ സ്ഥലത്തെ 2 രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. അതും സ്റ്റാൻഡേർഡ് ചെയ്യണം. അതുപോലെ ലിംഗഭേദം പോലുള്ള കാറ്റഗോറിക്കൽ വേരിയബിളുകൾ കൈകാര്യം ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് വിശ്വസനീയമായ പ്രവചനങ്ങൾ നടത്താൻ സാധിക്കൂ. അതുകൊണ്ട് ഒന്നോർക്കുക, ഏതൊരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിന്റെയും വിജയത്തിനു പിന്നിൽ നന്നായി പ്രീ പ്രോസസ് ചെയ്ത ഡേറ്റയുണ്ട്. ശരിയായ ഉൾക്കാഴ്ചകളും കൃത്യമായ പ്രവചനങ്ങളും ഉണ്ടാകുന്നത് ഈ ശക്തമായ അടിത്തറയിൽ നിന്നാണ്. ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കാദ്യം തന്നെ എന്താണ് ഈ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് അഥവാ EDA എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് പോലുള്ള ഫീൽഡുകളിലെ വർക്ക് ഫ്ലോയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്റ്റെപ്പാണ്. ഇതിനൊരു ഔദ്യോഗിക നിർവചനം നോക്കുകയാണെങ്കിൽ EDA എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അതുപോലെ ഗ്രാഫിക്കൽ രീതികളൊക്കെ ഉപയോഗിച്ച് ഒരു ഡേറ്റാസെറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെല്ലാം സംഗ്രഹിക്കുന്ന ഒരു കൂട്ടം ടെക്നിക്കുകളാണ്. ഇനി കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണ്, EDA എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ അടുത്തറിയുക എന്ന് തന്നെയാണ്. അതിനെ ആഴത്തിൽ മനസ്സിലാക്കുക, അതിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ എന്താണെന്ന് പഠിക്കുക, അതാണ് ഈ പ്രോസസ്സ്. അപ്പോൾ ഈ EDA കൊണ്ട് നമുക്ക് ശരിക്കും എന്താണ് ഗുണം? എന്തിനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്? പ്രധാനമായും 4 കാര്യങ്ങൾ കാണാം. 1, നമ്മുടെ ഡേറ്റയുടെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. 2, അതിലെന്തെങ്കിലും അസ്വാഭാവികതകൾ, അതായത് അനോമലീസൊക്കെ എന്തോന്ന് കണ്ടെത്താം. 3, നമ്മൾ വെച്ചിരിക്കുന്ന അനുമാനങ്ങൾ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. 4, പുതിയ ഹൈപ്പോത്തിസിസുകൾ ഉണ്ടാക്കിയെടുക്കാനും ഇത് സഹായിക്കും. EDAയുടെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു അടിസ്ഥാന ഘട്ടം നമ്മൾ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? പിന്നീട് ചെയ്യുന്ന ഏതൊരു മോഡലിംഗും ചിലപ്പോൾ പിഴവുകളുള്ള അല്ലെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്ത ഡേറ്റയെ അടിസ്ഥാനമാക്കിയായിരിക്കും. സ്വാഭാവികമായും അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്കായിരിക്കും. പ്രത്യേകിച്ച് മെഷീൻ ലേണിംഗിന്റെ കാര്യമെടുത്താൽ EDA വളരെ അത്യാവശ്യമാണ്. എന്തിനൊക്കെയാണെന്നല്ലേ? നമ്മുടെ ഡേറ്റയിൽ എവിടെയെങ്കിലും വാല്യൂസ് മിസ്സിംഗ് ആണോ, അതായത് വിട്ടുപോയ മൂല്യങ്ങളുണ്ടോ എന്ന് നോക്കാൻ, ഔട്ട്ലയറുകൾ പോലെയുള്ള പിഴവുകൾ കണ്ടെത്താൻ, ചിലപ്പോൾ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരിക്കാം, അത് മനസ്സിലാക്കാൻ, അതുപോലെ കാറ്റഗറികൾ തമ്മിൽ എന്തെങ്കിലും അസന്തുലിതാവസ്ഥയുണ്ടോ, പിന്നെ പല ഫീച്ചറുകൾക്കിടയിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ EDA നമ്മളെ സഹായിക്കും. അപ്പോൾ ചുരുക്കിപ്പറഞ്ഞാൽ ഇതിലെ പ്രധാന ആശയം ഇതാണ്: EDA എന്നത് മോഡലിംഗിന് വേണ്ടി ഡാറ്റയെ റെഡിയാക്കുക എന്നത് മാത്രമല്ല ചെയ്യുന്നത്. അതിനപ്പുറം ഏത് തരം മോഡലാണ് നമ്മുടെ ഡാറ്റയ്ക്ക് ഏറ്റവും ചേർന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില ഇൻസൈറ്റ്സ് തന്ന് ആ മോഡലിന്റെ ഡിസൈനിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ EDAയ്ക്ക് കഴിയും. ശരി, ഇനി നമുക്ക് EDAയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില പ്രധാന ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. പ്രധാനമായിട്ട് ഒരു 5 ടെക്നിക്കുകളാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ വിവരണാത്മക സ്ഥിതിവിവര കണക്കുകൾ. രണ്ടാമത് ഡേറ്റ വിഷ്വലൈസേഷൻ. പിന്നെ വരുന്നത് ഔട്ട്ലെയർ കണ്ടെത്തൽ, കോറിലേഷൻ അനാലിസിസ്. അവസാനമായി ക്ലാസ് വിതരണവും അതിന്റെ സന്തുലിതാവസ്ഥയും. അപ്പോൾ ആദ്യത്തേത് വിവരണാത്മക സ്ഥിതിവിവര കണക്കുകൾ അഥവാ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റയുടെ ഒരു ന്യൂമറിക്കൽ സമ്മറി തരും. അതായത് മീൻ, മീഡിയൻ, മോഡ് പോലുള്ള സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്, പിന്നെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള ഡിസ്പേർഷൻ മെഷേഴ്സ്, ഇതൊക്കെ ഉപയോഗിച്ച് ഡേറ്റയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്കിതിലൂടെ കിട്ടും. രണ്ടാമത്തെ ടെക്നിക്കാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. നമ്മൾ വെറുതെ നമ്പറുകളായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ചില പാറ്റേണുകൾ, ട്രെൻഡുകൾ അല്ലെങ്കിൽ ഡേറ്റയിലെ ക്ലസ്റ്ററുകൾ, ഇതൊക്കെ കണ്ടെത്താൻ ഡേറ്റയെ ഗ്രാഫുകളാക്കി മാറ്റുന്നത് ഒരുപാട് സഹായിക്കും. ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഗ്രാഫുകൾ നോക്കാം. ഹിസ്റ്റോഗ്രാമുകൾ എന്തിനാണെന്ന് വെച്ചാൽ ഡേറ്റ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാനാണ്. ബോക്സ് പ്ലോട്ടുകൾ നോക്കിയാൽ നമുക്ക് മീഡിയൻ, ക്വാർട്ടൈലുകൾ, പിന്നെ ഔട്ട്ലയറുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കാണാൻ പറ്റും. അതുപോലെ 2 വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ നമ്മൾ സ്കാറ്റർ പ്ലോട്ടുകൾ ഉപയോഗിക്കും. കാറ്റഗറിക്കൽ ഡേറ്റയെ തമ്മിൽ താരതമ്യം ചെയ്യാൻ ബാർ ചാർട്ടുകളും. മൂന്നാമത്തെ ടെക്നിക്കാണ് ഔട്ട്ലെയർ കണ്ടെത്തൽ. എന്താണ് ഈ ഔട്ട്ലെയറുകൾ?
നമ്മുടെ ഡേറ്റയിലെ ഭൂരിഭാഗം പോയിന്റ്സിൽ നിന്നും ഒരുപാട് മാറി നിൽക്കുന്ന ഒരു എക്സ്ട്രീം വാല്യൂസിനെയാണ് നമ്മൾ ഔട്ട്ലെയറുകൾ എന്ന് വിളിക്കുന്നത്. ഇവയെ നമ്മൾ കണ്ടെത്തി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ മോഡലിന്റെ റിസൾട്ടിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, നാലാമത്തത്, കോറിലേഷൻ അനാലിസിസ്. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. രണ്ട് വേരിയബിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ശക്തമാണ്, ആ ബന്ധം ഏത് ദിശയിലേക്കാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ അനാലിസിസ് സഹായിക്കും. ഇതിൽ കോറിലേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിലോ അവിടെ വേരിയബിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീങ്ങുന്നത്, എന്നുവെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. അതായത് കോറിലേഷൻ ഉണ്ട് എന്നതുകൊണ്ട് ഒന്നിന് കാരണം മറ്റൊന്നാണെന്ന് അർത്ഥമില്ല. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധം കാണുന്നു എന്നതുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് കാരണമായി എന്ന് നമ്മൾ ഒരിക്കലും അനുമാനിക്കരുത്. അഞ്ചാമത്തെയും അവസാനത്തെയും ടെക്നിക്ക് ക്ലാസ് വിതരണവും അതിന്റെ ബാലൻസും പരിശോധിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ഡാറ്റാ സെറ്റിൽ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ഡാറ്റ മറ്റുള്ളവയേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ക്ലാസ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ ആ കൂടുതലുള്ള ക്ലാസിനോട് ഒരു ചായ്വ് കാണിക്കും. ഈ പ്രശ്നം കണ്ടെത്താനും EDA ആവശ്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് കുറേ ടെക്നിക്കുകളെക്കുറിച്ചാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, EDA എന്ന് പറയുന്നത് കുറേ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്കുകൾ മാത്രമല്ല. അതിനൊപ്പരം അതൊരു ചിന്താപ്രക്രിയയാണ്, ഒരു മൈൻഡ് സെറ്റാണ്. ഈ ഒരാശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. സങ്കൽപ്പിക്കുക, നമ്മുടെ കയ്യിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഗ്രാമീണ കുടുംബങ്ങളെക്കുറിച്ചുള്ളൊരു ഡാറ്റാ സെറ്റുണ്ട്. ഈ ഡേറ്റയിൽ നമ്മളൊരു EDA ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടെത്താനാവും എന്ന് നോക്കാം. ഒരുപക്ഷേ മാസലാഭം രേഖപ്പെടുത്തുന്ന കോളത്തിൽ ഒരുപാട് ഡേറ്റ മിസ്സിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഉയർന്ന വരുമാനം കാണിക്കുന്നു, പക്ഷേ ജീവനക്കാരുടെ എണ്ണം 0 എന്ന് കാണിക്കുന്ന ചില എൻട്രികൾ നമ്മൾ കണ്ടേക്കാം. അതുപോലെ ഡേറ്റയിലുള്ള ഭൂരിഭാഗം ആളുകളും 35നും 45നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് മനസ്സിലാവും. വായ്പ എടുത്ത തുകയും ബിസിനസ് വിപുലീകരണവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടെന്നും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. നോക്കൂ, ഇതുപോലുള്ള കണ്ടെത്തലുകൾ വളരെ പ്രധാനമാണ്. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡേറ്റ ക്ലീൻ ചെയ്യുന്നത്, വിട്ടുപോയ വാല്യൂസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇനി മോഡലിംഗ് ചെയ്യുമ്പോൾ ഏതൊക്കെ വേരിയബിൾസാണ് പ്രസക്തമായത്, ഏതൊക്കെ ഒഴിവാക്കണമെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ഇൻസൈറ്റ്സ് വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരുന്നത്. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് കുറേ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു പടി മാത്രമല്ല, മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ ചോദ്യം ചെയ്യാനും ജിജ്ഞാസയോടെയും വിമർശനാത്മകമായും സമീപിക്കാനുമുള്ള ഒരു ചിന്താരീതിയാണ് അത്. അതുകൊണ്ട് ഈ ഒരു ആശയം മനസ്സിൽ വയ്ക്കുക. ഓരോ ഡേറ്റാ സെറ്റിനും അതിൻ്റേതായ ഒരു കഥ പറയാനുണ്ടാകും. നമ്മളൊരു പ്രെഡിക്റ്റീവ് മോഡലോ അനലിറ്റിക്കൽ മോഡലോ ഉണ്ടാക്കുന്നതിനു മുൻപ് ആ കഥ നമ്മൾ വ്യക്തമായി കേട്ടുവെന്ന് ഉറപ്പുവരുത്തലാണ് EDAയുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ ക്ലീനിംഗ്, ട്രാൻസ്ഫോർമേഷൻ എന്നിവയുടെ തത്വങ്ങളാണ്. നമ്മുടെ ഈ ചർച്ച മുന്നോട്ടു പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഡേറ്റ ക്ലീനിങ്ങും ട്രാൻസ്ഫോർമേഷനും എന്താണെന്ന് നിർവചിക്കും. തുടർന്ന് അതിന്റെ പ്രക്രിയയിലേക്ക് കടക്കും. അതിനുശേഷം സാധാരണയായി കാണുന്ന 5 ഡേറ്റാ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും. അവസാനം എന്തിനാണ് വൃത്തിയുള്ള ഡേറ്റ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ചർച്ച ചെയ്യും. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ഡേറ്റ ക്ലീനിങ്ങും ട്രാൻസ്ഫോർമേഷനും. ഇത് ഡേറ്റ അനാലിസിസിന്റെ അടിസ്ഥാന ശിലയാണ്. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമുക്ക് വിശകലനത്തിനായി കിട്ടുന്ന റോ ഡേറ്റ, അതായത് അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഡേറ്റ, വളരെ അപൂർവമായി മാത്രമേ പൂർണ്ണമായും ശരിയായിരിക്കുള്ളൂ. അത് പലപ്പോഴും കുഴഞ്ഞുമറിഞ്ഞതും സ്ഥിരതയില്ലാത്തതും അപൂർവവുമായിരിക്കും. ഈ അപൂർണതകൾ കാരണം നമുക്ക് ഡേറ്റ നേരിട്ട് വിശകലനത്തിനായി ഉപയോഗിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് അതിനെ വൃത്തിയാക്കുകയും പ്രോസസ്സിംഗിന് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറ്റുകയും വേണം. ഈ ഒരു തയ്യാറെടുപ്പ് ഘട്ടത്തെയാണ് നമ്മൾ ഡേറ്റ ക്ലീനിംഗ്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് ഡേറ്റ ക്ലീനിംഗ് എന്ന പ്രക്രിയയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതായത് എങ്ങനെയാണ് പിശകുകൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഡാറ്റ തയ്യാറാക്കുന്നതിലെ അല്ലെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിംഗിലെ ഏറ്റവും നിർണായകമായ ആദ്യ പടിയാണിത്.
അപ്പോൾ എന്താണ് ഡാറ്റാ ക്ലീനിംഗ് എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാന ലക്ഷ്യം ഡാറ്റയിലെ പിശകുകളും പൊരുത്തക്കേടുകളും കണ്ടെത്തി തിരുത്തുക എന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ ഡാറ്റ കൃത്യവും സമ്പൂർണവും ഉപയോഗയോഗ്യവുമാണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റായ നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തും. റോ ഡേറ്റയിൽ സാധാരണയായി കാണുന്ന 5 പ്രധാന പ്രശ്നങ്ങളാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സർക്കാർ സർവേയിൽ നിന്നുള്ള ഡേറ്റയോ സാമ്പത്തിക വിപണിയിൽ നിന്നുള്ള വിവരങ്ങളോ ആകട്ടെ, യഥാർത്ഥ ലോകത്ത് നിന്ന് വരുന്നതുകൊണ്ടുതന്നെ അതിൽ പലതരം അപൂർണതകളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ ആദ്യത്തേതും ഏറ്റവും സാധാരണയായി കാണുന്നതുമായൊരു പ്രശ്നമാണ് മിസ്സിംഗ് വാല്യൂസ്. അതായത്, ഒരു ഡേറ്റാ സെറ്റിലെ ചില കോളങ്ങളിൽ വിവരങ്ങളൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. ഡാറ്റ ശേഖരിക്കുമ്പോൾ സംഭവിച്ച പിഴവുകൾ മുതൽ ആളുകൾ വിവരങ്ങൾ തരാതിരിക്കുന്നതുവരെ. ഇത്തരം വിട്ടുപോയ മൂല്യങ്ങൾ നമ്മുടെ വിശകലനത്തിന്റെ ഗുണമേന്മ കുറയ്ക്കും. ഇത് പരിഹരിക്കാനായി ആ വിടവുകൾ മറ്റു മൂല്യങ്ങൾ ഉപയോഗിച്ച് നികത്തുകയോ അല്ലെങ്കിൽ ആ വരികളോ കോളങ്ങളോ പൂർണ്ണമായും നീക്കം ചെയ്യുകയോ ചെയ്യാം. രണ്ടാമത്തെ പ്രശ്നമാണ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരേ ഡേറ്റ വരി ഒരു ഡേറ്റാ സെറ്റിൽ ഒന്നിലധികം തവണ ആവർത്തിച്ചു വരുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് സാധാരണയായി ഡേറ്റ എൻട്രിയിലെ പിഴവുകൾ കൊണ്ടോ സോഫ്റ്റ്വെയർ എററുകൾ കൊണ്ടോ സംഭവിക്കാം. ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വിൽപ്പനയുടെ കണക്ക് 2 തവണ രേഖപ്പെടുത്തിയാൽ നമ്മുടെ മൊത്തം വിൽപ്പനയുടെ കണക്ക് തെറ്റായിരിക്കും. ഇത് നമ്മുടെ സ്ഥിതിവിവര കണക്കുകളെ തെറ്റിദ്ധരിപ്പിക്കും. മൂന്നാമത്തെ പ്രശ്നമാണ് ഇൻകൺസിസ്റ്റന്റ് ഫോർമാറ്റിംഗ്. അതായത്, ഒരേ വിവരങ്ങൾ തന്നെ പല ഫോർമാറ്റുകളിൽ രേഖപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, തീയതികൾ പല രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ ഒരാളുടെ ലിംഗഭേദം മേൽ, മേൽ എന്നിങ്ങനെ പല രൂപത്തിൽ രേഖപ്പെടുത്താം. ഇത് ഡേറ്റയെ ശരിയായി തരംതിരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന പ്രക്രിയയുടെ പ്രാധാന്യം. എല്ലാ ഡേറ്റയെയും ഒരു പൊതുവായ രൂപത്തിലേക്ക് ഇതിലൂടെ മാറ്റുന്നു. നാലാമത്തെ പ്രശ്നമാണ് ഔട്ട്ലയേഴ്സ്. അതായത്, ഒരു ഡാറ്റാ സെറ്റിലെ ഭൂരിഭാഗം പോയിന്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില മൂല്യങ്ങൾ. ഇത് ഡേറ്റ് ചേർത്തപ്പോൾ വന്നൊരു പിഴവ് കാരണമാകാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു അസാധാരണ കാര്യവുമാകാം. കാരണം എന്തു തന്നെയായാലും ഇവ നമ്മുടെ ശരാശരി പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകളെ കാര്യമായി വളച്ചൊടിക്കാനും തെറ്റിദ്ധാരണയുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും പ്രശ്നം തെറ്റായ ഡാറ്റാ ടൈപ്പുകളാണ്. അതായത്, ഒരു കോളത്തിലെ വിവരങ്ങൾ അതിന്റെ യഥാർത്ഥ രൂപത്തിലായിരിക്കില്ല രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഉദാഹരണത്തിന്, ഒരാളുടെ പ്രായം അക്കത്തിൽ, അതായത് 25 എന്ന് രേഖപ്പെടുത്തുന്നതിനു പകരം അക്ഷരത്തിൽ 25 എന്ന് രേഖപ്പെടുത്തിയാൽ കമ്പ്യൂട്ടറിന് ആ ഡേറ്റ ഉപയോഗിച്ച് ശരാശരി പ്രായം പോലുള്ള കണക്കുകൂട്ടലുകൾ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ കോളത്തിലെയും ഡേറ്റയെ അതിന്റെ ശരിയായ ടൈപ്പിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊന്നും പരിഹരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രം പോലുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ തെറ്റായ ഡാറ്റ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. ഒരു രാജ്യത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നത് ദേശീയ സർവേകളിൽ നിന്നോ സാമ്പത്തിക രേഖകളിൽ നിന്നോ ഉള്ള ഡാറ്റയെ ആശ്രയിച്ചാണ്. ആ ഡാറ്റയിൽ പിശകുകൾ ഉണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ പിശകുകൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുന്നത് വെറുമൊരു സാങ്കേതിക നടപടിക്രമം എന്നതിലുപരി കൃത്യമായ നിഗമനങ്ങളിൽ എത്താനുള്ള ഒരു അനിവാര്യതയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഒരു ദേശീയ സർവേയിലോ സാമ്പത്തിക രേഖകളിലോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ പിശകുകൾ പോലും ഒരു രാജ്യത്തിന്റെ നയപരമായ തീരുമാനങ്ങളെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കാം? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡാറ്റയുമായി പ്രവർത്തിക്കാൻ. ശരി, ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ ക്ലീനിങ്ങിന്റെ പ്രധാന തത്വങ്ങളെക്കുറിച്ചാണ്. അപ്പോ ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, നഷ്ടപ്പെട്ട ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യാം. 2, ഡ്യൂപ്ലിക്കേറ്റുകൾ എങ്ങനെ ഒഴിവാക്കാം. മൂന്നാമതായി, പൊരുത്തമില്ലാത്ത ഫോർമാറ്റുകൾ എങ്ങനെ ശരിയാക്കാം. നാലാമതായി, ഔട്ട്ലയറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം. അഞ്ചാമതായി, തെറ്റായ ഡാറ്റാ ടൈപ്പുകൾ എങ്ങനെ പരിഹരിക്കാം. ഒടുവിൽ ഇതെല്ലാം എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് പറയുന്ന ഒരു ഉപസംഹാരവും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ തത്വത്തിലേക്ക് കടക്കാം. നഷ്ടപ്പെട്ട ഡാറ്റ കണ്ടെത്തുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ഡാറ്റ ക്ലീനിങ്ങിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും സാധാരണമായ ഒരു വെല്ലുവിളി ഇതാണ്. എന്താണ് ഈ നഷ്ടപ്പെട്ട ഡേറ്റ എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്.
ഒരു ഡേറ്റാ സെറ്റിൽ ചിലയിടങ്ങളിൽ ഒരു വിലയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അത്തരം വിടവുകളെയാണ് നമ്മൾ മിസ്സിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശകലനത്തിന്റെ ഫലങ്ങളെ അത് കാര്യമായി തന്നെ സ്വാധീനിക്കും. ഇവിടെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശം ഡാറ്റ എപ്പോഴും മോശം തീരുമാനങ്ങളിലേക്കാണ് നയിക്കുക. അതായത് നമ്മുടെ വിശകലനത്തിന്റെ അടിത്തറയിൽ തന്നെ പിഴവുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എത്തുന്ന നിഗമനങ്ങളും തീർച്ചയായും തെറ്റായിരിക്കും. അപ്പോ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാം? അതിന് പല രീതികളുണ്ട്. ഉദാഹരണത്തിന് സംഖ്യകളാണെങ്കിൽ ആ വിടവുകൾ നികത്താൻ നമുക്ക് ശരാശരി, അതായത് മീൻ, മീഡിയൻ അല്ലെങ്കിൽ മോഡ് എന്നിവ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡേറ്റ നഷ്ടപ്പെട്ട ആ രേഖകൾ പൂർണ്ണമായി ഒഴിവാക്കാം. ഇനി കുറച്ചുകൂടി സങ്കീർണമായ സാഹചര്യങ്ങളാണെങ്കിൽ മറ്റു വേരിയബിളുകളെ ആശ്രയിച്ച് നഷ്ടപ്പെട്ട വിലകളെ പ്രവചിക്കാൻ റിഗ്രഷൻ പോലുള്ള നൂതന മാർഗങ്ങളും നമുക്കുപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ തത്വത്തിലേക്ക് വരാം. ഇത് ഡേറ്റയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ നീക്കം ചെയ്യുക എന്നത്. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ? ഒരു ഡാറ്റാ സെറ്റില് ഒരേ നിരീക്ഷണം തന്നെ ഒന്നിൽ കൂടുതൽ തവണ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പലപ്പോഴും പലയിടത്തുനിന്നും ഡാറ്റ ശേഖരിക്കുമ്പോഴോ അല്ലെങ്കിൽ സിസ്റ്റത്തിലെ എന്തെങ്കിലും പിഴവുകൾ കൊണ്ടോ ഇത് സംഭവിക്കാം. അപ്പൊ ഈ ഘട്ടത്തിലെ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ആവർത്തിക്കുന്ന സമാനമായ എല്ലാ രേഖകളെയും ഇല്ലാതാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡാറ്റാ സെറ്റിലെ ഓരോ നിരീക്ഷണവും യുണീക്കാണെന്നും അത് കൃത്യമായി പ്രതിനിധീകരിക്കപ്പെടുന്നുവെന്നും നമുക്കുറപ്പാക്കാൻ സാധിക്കും. അടുത്തത് മൂന്നാമത്തെ തത്വമാണ്. ഡാറ്റ ശരിയായി പ്രോസസ് ചെയ്യാൻ അതിന് സ്റ്റാൻഡേർഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് പൊരുത്തമില്ലാത്ത ഡാറ്റ ഫോർമാറ്റുകൾ ശരിയാക്കുക. ഈ പൊരുത്തക്കേടുകൾ പല രൂപത്തിലും വരാം. ചിലപ്പോൾ വ്യത്യസ്ത തീയതി ഫോർമാറ്റുകൾ കാണാം. ചിലയിടത്ത് വലിയക്ഷരവും ചെറിയക്ഷരവും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരേ കാര്യത്തെ സൂചിപ്പിക്കാൻ പല വാക്കുകൾ ഉപയോഗിച്ചിരിക്കാം. ഒരു ഉദാഹരണം നോക്കാം. പുരുഷൻ എന്ന് രേഖപ്പെടുത്താൻ ചിലപ്പോൾ എം എന്നോ മേൽ എന്നോ അല്ലെങ്കിൽ മേൽ എന്നോ ഉപയോഗിച്ചിട്ടുണ്ടാവാം. സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം മേൽ എന്ന ഒരൊറ്റ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇതാണ് അതിന്റെ പ്രക്രിയ. അതുകൊണ്ട് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ എൻട്രികൾക്കും ഒരുപോലെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ഇത് പിന്നീട് ഡേറ്റയെ തരംതിരിക്കാനും ഫിൽട്ടർ ചെയ്യാനുമൊക്കെ വളരെ എളുപ്പമാക്കും. നമുക്ക് നാലാമത്തെ തത്വത്തിലേക്ക് കടക്കാം. ഔട്ട്ലയറുകൾ കൈകാര്യം ചെയ്യൽ. എന്താണ് ഈ ഔട്ട്ലയറുകൾ? അസാധാരണമായി കാണപ്പെടുന്ന നമ്മുടെ ഡേറ്റയെ തെറ്റായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഡേറ്റാ പോയിന്റുകളെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്. പറഞ്ഞുവരുന്നത് ഒരു ഡാറ്റാ സെറ്റിലെ മറ്റു നിരീക്ഷണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഡേറ്റാ പോയിന്റുകളാണ് ഈ ഔട്ട്ലെയറുകൾ. ഇവ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രവചന മോഡലുകളുടെ കൃത്യത കുറയ്ക്കാനും കാരണമായേക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അങ്ങേയറ്റത്തെ വിലകളെ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് അവയെ ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. പലപ്പോഴും അളവുകളിലെ പിഴവുകൾ കൊണ്ടോ ഡാറ്റ എൻ്റർ ചെയ്തപ്പോൾ വന്ന തെറ്റുകൾ കൊണ്ടോ ആയിരിക്കാം ഇത്തരം വിലകൾ ഉണ്ടാകുന്നത്. ഔട്ട്ലയറുകളെ കണ്ടെത്താൻ IQR അല്ലെങ്കിൽ Z-സ്കോർ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിക്കാം. ഇനി അവയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒന്നുകിൽ ആ വിലകളെ ഒരു നിശ്ചിത പരിധിയിൽ നിർത്താം, അല്ലെങ്കിൽ അവയെ പൂർണ്ണമായി ഒഴിവാക്കാം. അതുമല്ലെങ്കിൽ ലോഗരിതം പോലുള്ള ഡേറ്റ ട്രാൻസ്ഫോർമേഷനുകൾ ഉപയോഗിച്ച് അവയുടെ സ്വാധീനം കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ അഞ്ചാമത്തെയും അവസാനത്തെയും തത്വം. കൃത്യമായ കണക്കുകൂട്ടലുകൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. തെറ്റായ ഡാറ്റാ ടൈപ്പുകൾ പരിഹരിക്കുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് സംഖ്യകളെ ടെക്സ്റ്റായും തീയതികളെ സ്ട്രിങ്ങായും രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ വരുമ്പോൾ വേരിയബിളുകൾക്ക് തെറ്റായ ഡേറ്റാ ടൈപ്പാണ് ലഭിക്കുന്നത്. ഇത് പിന്നീട് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴും മറ്റ് കണക്കുകൂട്ടലുകൾ നടത്തുമ്പോഴുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് പരിഹരിക്കാൻ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഘട്ടം ഡേറ്റാ സെറ്റിലെ ഓരോ കോളവും കൃത്യമായി പരിശോധിക്കുക. രണ്ടാമത്തെ ഘട്ടം ഓരോ എൻട്രിയെയും അതിന്റെ ശരിയായ ഡേറ്റാ ടൈപ്പിലേക്ക് മാറ്റുക. ഉദാഹരണത്തിന് ടെക്സ്റ്റായി രേഖപ്പെടുത്തിയ ഒരു തീയതിയെ ശരിയായ ഡേറ്റ് ടൈം ഫോർമാറ്റിലേക്ക് മാറ്റുന്നതുപോലെ. ശരി, അപ്പൊ ഇതോടെ നമ്മൾ 5 പ്രധാന തത്വങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കിതിന്റെ എല്ലാം പ്രാധാന്യം എന്താണെന്ന് ചുരുക്കി നോക്കാം. ഓർക്കുക, ഡേറ്റ ക്ലീനിംഗ് എന്നത് വളരെ സുപ്രധാനമായ ഒരു അടിത്തറയാണ്. ഈയൊരു ഉദ്ധരണി ശ്രദ്ധിക്കുക. ശുദ്ധമായ ഡേറ്റ അർത്ഥവത്തായ ഉൾക്കാഴ്ചകൾ ഉറപ്പാക്കുക മാത്രമല്ല, മോഡലുകളുടെ പ്രകടനത്തെയും തീരുമാനമെടുക്കൽ പ്രക്രിയകളെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഈ പ്രക്രിയയുടെ മൂല്യം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്.
അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, ഏതൊരു അനലിറ്റിക്കൽ പ്രൊജക്റ്റിന്റെയും അല്ലെങ്കിൽ ഒരു AI ഡ്രിവൻ ആപ്ലിക്കേഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്നത് ശുദ്ധമായ ഡേറ്റയാണ്. ആ അടിത്തറയ്ക്ക് ബലമില്ലെങ്കിൽ അതിനു മുകളിൽ നമ്മൾ പടുത്തുയർത്തുന്നതെന്തും ദുർബലമായി പോകും. അതെപ്പോഴും ഓർക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റാ ട്രാൻസ്ഫോർമേഷന്റെ തത്വങ്ങളെയും അതിന്റെ വിവിധ സാങ്കേതിക വിദ്യകളെയും കുറിച്ചാണ്. നമ്മൾ ഈ 5 പ്രധാന മേഖലകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നിർവചിച്ചുകൊണ്ട് തുടങ്ങാം. ഡാറ്റ ക്ലീനിംഗ് കഴിഞ്ഞാൽ വരുന്ന സ്റ്റെപ്പാണിത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷനുകൾക്കായി ഡാറ്റയെ പുനർരൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ വിശകലനത്തിനായി ഡേറ്റായുടെ ഗുണനിലവാരവും ഉപയോഗക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി നമുക്ക് സംഖ്യാപരമായ ഡാറ്റയുടെ സ്കെയിൽ ക്രമീകരിക്കുന്ന 2 പ്രധാന സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാം. ഫീച്ചറുകൾക്ക് വ്യത്യസ്ത യൂണിറ്റുകളും അളവുകളുമുള്ള സാഹചര്യങ്ങളിലാണ് ഈ ടെക്നിക് നിർണായകമാകുന്നത്. വലിയ റേഞ്ചുകളുള്ള വേരിയബിളുകൾ മോഡൽ ട്രെയിനിങ്ങിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയാൻ ഇത് സഹായിക്കും. ഈ ഫോർമുല ഓരോ ഡാറ്റാ പോയിന്റിനെയും പുനഃക്രമീകരിക്കുന്നു. ഇതിന്റെ ഫലമായി എല്ലാ മൂല്യങ്ങളും 0നും 1നും ഇടയിലായിരിക്കും. ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ പോലുള്ള അൽഗോരിതംകൾക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത ഇൻപുട്ട് ആവശ്യമായി വരുമ്പോഴോ ഇത് വളരെ ഫലപ്രദമാണ്. ഈ കണക്കുകൂട്ടൽ ഫീച്ചറുകൾ തമ്മിൽ കൂടുതൽ കാര്യക്ഷമമായ താരതമ്യത്തിന് സഹായിക്കുന്നു. അടുത്തതായി നമുക്ക് കണ്ടിന്യൂവസ് കാറ്റഗോറിക്കൽ വേരിയബിളുകളെ കൈകാര്യം ചെയ്യാനുള്ള രീതികളിലേക്ക് തിരിയാം. ഇത് ഡേറ്റയെ ലളിതമാക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ട്രെൻഡുകൾ എടുത്തു കാണിക്കുകയും ഡെസിഷൻ ട്രീ പോലുള്ള മോഡലുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന രൂപത്തിലാക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ചെറിയ വ്യതിയാനങ്ങളിൽ നിന്നുള്ള നോയ്സ് കുറയ്ക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, പ്രായത്തെ പ്രത്യേക ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതുപോലെ. മിക്ക മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾക്കും സംഖ്യാ ഇൻപുട്ടുകൾ ആവശ്യമായതിനാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഒരു നിർബന്ധിത ഘട്ടമാണ്. ഏറ്റവും സാധാരണമായ 2 എൻകോഡിംഗ് ടെക്നിക്കുകളും അവയുടെ പ്രത്യാഘാതങ്ങളുമാണ് നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി നൂതനമായ 2 ട്രാൻസ്ഫോർമേഷൻ രീതികളിലേക്ക് കടക്കാം. വരുമാനം, പ്രോപ്പർട്ടി മൂല്യം തുടങ്ങിയ സാമ്പത്തിക വേരിയബിളുകളിൽ ഇത് സാധാരണയായി പ്രയോഗിക്കാറുണ്ട്. എക്സ്ട്രീം ഔട്ട്ലെയറുകളുടെ സ്വാധീനം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ ഡേറ്റയിലെ മൂല്യങ്ങളുടെ പരിധി ചുരുക്കുകയും അതിലൂടെ അടിസ്ഥാന പാറ്റേണുകൾ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്നാൽ നിലവിലുള്ള ഫീച്ചറുകളിൽ നിന്ന് പുതിയതും കൂടുതൽ പ്രയോജനപ്രദവുമായ ഫീച്ചറുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. വേരിയബിളുകൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഡൊമെയ്ൻ പരിജ്ഞാനം ആവശ്യമാണ്. ഇത് കൂടുതൽ കൃത്യമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. അവസാനമായി, സാമ്പത്തിക വിശകലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ടെക്നിക്കുകളുടെ പ്രാധാന്യം നമുക്ക് നോക്കാം. ഒരു പ്രത്യേക ടെക്നിക് തിരഞ്ഞെടുക്കുന്നത് വിശകലന പ്രക്രിയയിലെ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. ഈ പ്രയോജനങ്ങളാണ് ഡേറ്റാധിഷ്ഠിതമായി തീരുമാനങ്ങളെടുക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനശില. ഈ ഘട്ടങ്ങളില്ലെങ്കിൽ വിശകലനം അപൂർണമോ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ഡേറ്റാ ഫോർമാറ്റുകൾ കാരണം തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്യാം. ഡേറ്റാ ട്രാൻസ്ഫോർമേഷന്റെ തത്വങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ചുള്ള നമ്മുടെ ഈ അധ്യായം ഇതോടെ അവസാനിക്കുന്നു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിന്റെയും വിഷ്വലൈസേഷന്റെയും അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഈ പഠനത്തിന് 5 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗത്ത് എന്താണ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് നമ്മൾ നിർവചിക്കും. അതിനുശേഷം സാധാരണയായി ഉപയോഗിക്കുന്ന വിഷ്വലൈസേഷനുകൾ, വർക്ക് ഫ്ലോയിൽ EDAയുടെ പങ്ക്, പിന്നെ ഒരു സാമ്പത്തിക ഡേറ്റാ സെറ്റിന്റെ ഉദാഹരണം എന്നിവ നമ്മൾ നോക്കും. അവസാനമായി എന്തുകൊണ്ടാണ് EDA ഇത്രയും അടിസ്ഥാനപരമായി കണക്കാക്കുന്നത് എന്നും ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് 1ാം ഭാഗം തുടങ്ങാം. എന്താണ് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്? ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് EDAയുടെ പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലാണ്. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് അഥവാ നമ്മൾ ചുരുക്കി പറയുന്ന EDA, ഡേറ്റാ സെറ്റുകളെ വിശദമായി പരിശോധിച്ച് അവയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് സംഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനുവേണ്ടി നമ്മൾ വിഷ്വൽ രീതികളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും ഒരുപോലെ ഉപയോഗിക്കും. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഘടനകൾ, പാറ്റേണുകൾ, ട്രെൻഡുകൾ, ബന്ധങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കുക എന്നതാണ്. ശരിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷേ വിഷ്വലൈസേഷനാണ് EDAയുടെ കേന്ദ്രം എന്നു പറയാം. കാരണം ചില കാര്യങ്ങൾ, ചില പാറ്റേണുകൾ നമുക്ക് അക്കങ്ങൾ നോക്കിയാൽ മാത്രം മനസ്സിലാവില്ല. ഡാറ്റയെ നമ്മൾ കാണുമ്പോൾ, അതായത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും.
അതുകൊണ്ട് തന്നെ EDAയിൽ വിഷ്വലൈസേഷന് വലിയൊരു പങ്കുണ്ട്. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. EDAയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വിഷ്വലൈസേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ സാധാരണയായി കാണുന്ന കുറച്ച് പ്രധാനപ്പെട്ട വിഷ്വൽ ടൂളുകളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാമാണ്. ഒരു ഹിസ്റ്റോഗ്രാം എന്താണ് ചെയ്യുന്നത്? തുടർച്ചയായ ഒരൊറ്റ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് വിതരണം, അത് നമുക്ക് കാണിച്ചു തരും. ഡേറ്റാ പോയിന്റുകൾ പല ഇടവേളകളിലായി എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് ഇത് വളരെ വ്യക്തമാക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുടുംബ വരുമാനത്തിന്റെ ഒരു ഹിസ്റ്റോഗ്രാം നോക്കുകയാണെങ്കിൽ ആ വരുമാനം കുറച്ചുപേരിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ടോ അതോ കൂടുതൽ ആളുകളിലേക്ക് തുല്യമായി വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വിഷ്വലൈസേഷൻ ടൂളാണ് ബോക്സ് പ്ലോട്ട്. ഒരു ബോക്സ് പ്ലോട്ട് ഒരു വേരിയബിളിന്റെ വിതരണത്തിന്റെ ഒരു സംഗ്രഹമാണ് നമുക്ക് തരുന്നത്. അതിൽ മീഡിയൻ, ക്വാർട്ടൈൽസ്, പിന്നെ ഔട്ട്ലെയറുകൾ, അതായത് മറ്റ് ഡേറ്റയിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന പോയിന്റുകൾ ഒക്കെ ഉൾപ്പെടും. ഇതെവിടെയാണ് കൂടുതൽ ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ പല ഗ്രൂപ്പുകളെ തമ്മിൽ താരതമ്യം ചെയ്യാനാണ്. ഉദാഹരണത്തിന് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശമ്പളം തമ്മിൽ താരതമ്യം ചെയ്യാൻ ബോക്സ് പ്ലോട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ മൂന്നാമത്തെ ടൂളിലേക്ക് വരാം, സ്കാറ്റർ പ്ലോട്ട്. രണ്ട് തുടർച്ചയായ വേരിയബിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കുന്നത്. ഇത് നോക്കിയാൽ അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ക്ലസ്റ്ററുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും വരുമാനവും തമ്മിലുള്ള ബന്ധം ഒരു സ്കാറ്റർ പ്ലോട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തേത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ബാർ ചാർട്ട്. കാറ്റഗോറിക്കൽ വേരിയബിളുകളെ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് ബാർ ചാർട്ട് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതായത് പ്രദേശം, തൊഴിലിന്റെ തരം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇതുപോലുള്ള സംഖ്യകളല്ലാത്ത ഡേറ്റയുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എളുപ്പത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ ബാർ ചാർട്ട് സഹായിക്കും. അഞ്ചാമതായി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടൂളാണ് നമ്മൾ നോക്കുന്നത്, പെയർ പ്ലോട്ട്. ഇതൊരു അഡ്വാൻസ് ടൂളാണ്, കാരണം ഒരു ഡേറ്റാസെറ്റിലെ വേരിയബിളുകളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകൾക്കുമുള്ള സ്കാറ്റർ പ്ലോട്ടുകൾ ഇത് ഒന്നിച്ച് കാണിച്ചു തരും. ഒരേ സമയം ഒരുപാട് ബന്ധങ്ങൾ മനസ്സിലാക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെ നമ്മൾ മൂന്നാം ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു, വർക്ക് ഫ്ലോയിലെ EDA, അതായത് വിഷ്വൽ അനാലിസിസ് എങ്ങനെയാണ് ഡേറ്റാ മോഡലിങ്ങിനെ നയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഡേറ്റാ മോഡലിംഗ് വർക്ക് ഫ്ലോയിൽ EDAയ്ക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. ഉദാഹരണത്തിന്, ഡേറ്റയിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ EDAയെ സഹായിക്കും. അതുപോലെ ചില ഫീച്ചറുകൾ അപ്രസക്തമാണെങ്കിൽ അവയെ ഒഴിവാക്കാനും ഇനി ചിലപ്പോൾ പുതിയ ഫീച്ചറുകൾ ഉണ്ടാക്കിയെടുക്കാനും EDAയിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ നമ്മളെ സഹായിക്കും. നാലാം ഭാഗം. ഇവിടെ നമ്മൾ ഒരു സാമ്പത്തിക ഡാറ്റാ സെറ്റ് ഉദാഹരണമായി എടുക്കും. എന്നിട്ട് ഉൾക്കാഴ്ചകൾ കണ്ടെത്താൻ EDA എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഒരു സാമ്പത്തിക ഡാറ്റാ സെറ്റിൽ EDA പ്രയോഗിച്ചാൽ എന്തൊക്കെ ഉൾക്കാഴ്ചകളാണ് കിട്ടുകയെന്ന് നോക്കാം. ഒരു സ്കാറ്റർ പ്ലോട്ട് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനനുസരിച്ച് വരുമാനം കൂടുന്നുണ്ടെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് പിന്നെ കൂടുന്നില്ല, ഒരേ നിലയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. ഇനി ഒരു ബോക്സ് പ്ലോട്ട് ഉപയോഗിച്ചാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനത്തിൽ വലിയ വ്യതിയാനങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ഹിസ്റ്റോഗ്രാം വരുമാനത്തിന്റെ വിതരണത്തിലെ അസമത്വം, അതായത് സ്ക്യൂനെസ് എടുത്തു കാണിക്കും. ഇത് ഒരുപക്ഷേ ഡാറ്റയിൽ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നതിന്റെ സൂചനയാവാം. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് EDA ഇത്രയും അടിസ്ഥാനപരമായി കണക്കാക്കുന്നത്? ഇവിടെ നമ്മൾ ഡാറ്റ അനാലിസിസിന്റെ ഒരു പ്രധാനപ്പെട്ട തത്വം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, EDAയും വിഷ്വലൈസേഷനും ഓപ്ഷണലായി ചെയ്യാവുന്ന കാര്യങ്ങളല്ല. മികച്ച ഡേറ്റാ അനാലിസിസിന് അവ തികച്ചും അടിസ്ഥാനപരമാണ്. കാരണം അവ അസംസ്കൃത ഡേറ്റയെ വ്യക്തമായ ഒരു കഥയാക്കി മാറ്റുന്നു. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന അടിസ്ഥാന പാറ്റേണുകൾ വെളിപ്പെടുത്തുന്നു.